ഒരു ഇൻസൈഡിലെ പ്ലാസ്റ്ററിങ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സീലിംഗ് പ്ലാസ്റ്ററിങ് ആണ്. സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കോൺക്രീറ്റ് ചിപ്പ് ചെയ്യുക, അതായത് ക്രാക്കിംഗ് ചെയ്യുക. ക്രാക്കിംഗ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഗ്രൗട്ട് ആദ്യം അപ്ലൈ ചെയ്യുക. ഗ്രൗട്ട് അപ്ലൈ ചെയ്യുന്നത് സ്ട്രെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചാന്ത് അടിക്കുക. ഗ്രൗട്ട് അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് ചാന്ത് അടിക്കാം. അത് ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബട്ടൺ മാർക്സ് ആണ്. അതായത് വാളിനകത്ത് നമുക്ക് ബട്ടൺ മാർക്ക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലെവല് നമുക്കത് കിട്ടും. പിന്നീട് അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് മെഷ് ചെയ്യുക. അതായത് കോളം റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോൺക്രീറ്റിനകത്ത് മെഷ് ചെയ്തിട്ട് വേണം നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് വരേണ്ട തിക്നെസ് എന്ന് പറഞ്ഞത് 1.5, അതിൽ കൂടുതൽ വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറയും. അതായിരിക്കും എല്ലായിടവും സംഭവിക്കുന്ന ക്രാക്കിങ് വരുന്നത്. പിന്നെ ഉള്ളത് മിക്സിംഗ് ആണ്. അതായത് സീലിങ്ങിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4. വാളിൻ്റെ റേഷ്യോ വരുന്നത് 1:6 ആണ്. അതായത് സൺഷെയ്ഡിന് വാട്ടർ മാർക്ക് ഒരിക്കലും മിക്സ് ആക്കാൻ പാടില്ല. എല്ലായിടവും വാട്ടർ മാർക്ക് മിക്സ് ചെയ്തിട്ട് ഭിത്തിയിൽ കൂടെ വെള്ളം പിടിച്ച് ഭിത്തികളെല്ലാം നനയുകയും അതിനോട്ടുള്ള പ്രോബ്ലം ഉണ്ടാകും. ഇത് ഇത്രയും നമുക്ക് ഒരുവിധം കറക്റ്റ് ചെയ്താൽ മാത്രം മതി.